ഹലോ ലേണേഴ്സ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്ലാസ് 11 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചാപ്റ്റർ 8 ആണ്. ഇതോടെ നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻസ് തീരുകയാണ്. പ്രോബബ്ലി ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ചാപ്റ്റർ 1 നമ്മൾ ഡേറ്റ എന്താണെന്ന് പഠിച്ചു. അതിൽ നിന്ന് ഡേറ്റയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ അതിനെങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം, മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എങ്ങനെ അതിനെ ഓർഗനൈസ് ചെയ്തെടുക്കാം അല്ലെ, പിന്നെ അതിനെങ്ങനെ നമുക്കൊന്ന് പ്രോപ്പർലി പ്രസന്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ 4, 5, 6, 7 ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ വരുന്നത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ സൈഡിലാണ്. ആപ്ലിക്കേഷൻ സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇതിനെ ഈ ഡേറ്റ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ടൂൾസിനെയൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പം ആസ് എപ്പോഴും പറയുന്ന പോലെ വളരെ ഈസി ചാപ്റ്റർ ആണ് ഇതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്തുമാത്രം മനസ്സിലായി എന്നുള്ളതിന്റെ ഒരു ആപ്ലിക്കേഷനും കൂടി ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ പഠിക്കാനുള്ളത് പറയുമ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ആകെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വാട്ട് യു മീൻ ബൈ എ പ്രൊജക്ട് ആൻഡ് അപ്ലൈ ദ വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് അനലൈസിംഗ് എ പ്രോബ്ലം. അപ്പം ബേസിക്കലി നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയേണ്ടത്, നമ്മൾ എന്തിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്? ഒരു പണിയില്ലാത്തതുകൊണ്ടാണോ? അല്ല. നമ്മൾ ഈ കാണുന്ന ഡേറ്റനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നതിനും ഒക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇതുവരെ പഠിച്ച ക്വസ്റ്റൻസ് ഒക്കെ എങ്ങനെ കണ്ടത്? ചില കുട്ടികളുടെ മാർക്സ് അല്ലെ, അവരുടെ റോൾ നമ്പറും. ഈ എന്തിനാണ് നമ്മൾ ഈ റോൾ നമ്പറും മാർക്സും ഒക്കെ വെച്ച് ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു പണിയില്ലേ? ഇല്ല, പണിയില്ലാഞ്ഞിട്ടല്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു അനാലിസിസ് നടത്തുകയാണ് അല്ലെ. ഇപ്പം നമ്മുടെ ക്ലാസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു ടീച്ചറാണ് നമ്മളെങ്കിൽ, ടീച്ചർക്ക് അറിയാൻ താല്പര്യമുണ്ട് അല്ലെ, ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ റോൾ നമ്പർ 1 എത്ര മാർക്സ് കിട്ടി, റോൾ നമ്പർ 10 എത്ര മാർക്ക് കിട്ടി, റോൾ നമ്പർ 20 എത്ര മാർക്ക് കിട്ടി. ഇതെന്തിനാണ് ഒരു ടീച്ചർക്ക് അറിയേണ്ടത്? ബിക്കോസ് ടീച്ചർക്ക് അവരുടെ ക്ലാസ്സിൽ ഒരു താല്പര്യമുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ ടീച്ചർ ഇപ്പോൾ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്തുമാത്രം മനസ്സിലായി, ആർക്കൊക്കെ മനസ്സിലായി. അപ്പോൾ റോൾ നമ്പർ 1 കിട്ടിയ 10 മാർക്കാണ് ഔട്ട് ഓഫ് 20. റോൾ നമ്പർ 20 കിട്ടിയത് 19 മാർക്സ് ആണ് ഔട്ട് ഓഫ് 20. റോൾ നമ്പർ 10 കിട്ടിയത് 5 ഔട്ട് ഓഫ് 20. അപ്പോൾ ഇങ്ങനെ മാർക്സ് കിട്ടുമ്പോൾ ഈ ടീച്ചർ എന്താ കൺക്ലൂഷൻ മനസ്സിലാക്കുന്നത്? ടീച്ചർക്ക് മനസ്സിലാവും, അതായത് റോൾ നമ്പർ 10 എന്താണ്, അത്ര നല്ലതായിട്ട് പഠിക്കുന്നില്ല, ആൾക്ക് ഇംഗ്ലീഷിന്റെ ഒരു സംഭവം മനസ്സിലായിട്ടില്ല. അതേ സ്ഥാനത്ത് റോൾ നമ്പർ 20 എന്ന് പറഞ്ഞ ആൾക്ക് നല്ല രീതിയിൽ ഈ ഒരു സബ്ജക്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പം ഈ ടീച്ചർക്ക് ഉണ്ടായ ഒരു താല്പര്യം എന്താണ്? ടീച്ചർക്ക് അറിയാൻ താല്പര്യമുണ്ട്, അതായത് എന്റെ സബ്ജക്ട് എന്തുമാത്രം കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന്റെ പിന്നിലെ ഒരു ഉദ്ദേശം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ചത്. ഇനി അടുത്ത നമ്മളൊരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ, ഒരു ഡോക്ടറിന് അറിയാൻ താല്പര്യമുണ്ട് അവരുടെ പേഷ്യൻസ് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമുക്കറിയാം, ഇത് നമുക്ക് ഏതെങ്കിലും പല രീതിയിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം അല്ലെ. അപ്പം പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും, ഇപ്പം മോളുകളിൽ, ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ അവരൊരു ഫീഡ്ബാക്ക് ഫോം തരും അല്ലെ. അപ്പം അവർ പറയും, എന്താ ഫില്ല് ചെയ്യാൻ പറയും നമ്മളോട്. അവർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ, ചിലപ്പോൾ ഒരു വലിയ സ്കെയിൽ പോലത്തെ ഒരു സാധനം തരും അല്ലെ. സ്കെയിൽ പോലത്തെ എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് മാർക്ക് ചെയ്ത് തരും, അതായത് എത്ര മാർക്ക് കൊടുക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് 1, 2, 3, 4, 5, 6 അങ്ങനെ ഒരു 10 വരെ മാർക്ക് ചെയ്യാം. അപ്പം 1 എന്ന് പറയുമ്പോൾ തീർത്തും കുറവ്, തീർത്തും സാറ്റിസ്ഫാക്ടറി അല്ലാത്തത്. ഓക്കെ, പിന്നെ അതേപോലെ റാങ്ക് 10 കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ നമ്മുടെ ഈ സ്ഥാപനം റെക്കമെൻഡ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ കാരണം എന്താണ്? അപ്പം ഒരാൾ ടിക്ക് ചെയ്യുകയാണ് ബാഡ് എന്ന് പറഞ്ഞു, 1 ടിക്ക് ചെയ്യുകയാണെങ്കിൽ അർത്ഥം എന്താണ്? അയാൾക്ക് എന്തോ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരാൾ പറയാണ് ആവറേജ് എന്ന് പറയുകയാണെങ്കിലോ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ, അയാൾക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇനി ഒരാൾ ടിക്ക് ചെയ്യുകയാണ് നമ്പർ 10 ടിക്ക് ചെയ്യുകയാണെങ്കിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അയാൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, റൈറ്റ്. അപ്പം ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമുക്കറിയാം, ഏതൊരു ബിസിനസ്സിലാണെങ്കിലും പ്രോബ്ലംസ് വന്നാലാണ് അതിന്റെ പ്രോഫിറ്റ്സ് ഡൗൺ ആവുന്നത് അല്ലെ. നല്ല കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ പ്രോഫിറ്റ്സിനെ ഇൻക്രീസ് ചെയ്യുന്നത് അറിയാം. അല്ലാത്ത പക്ഷം എവിടെയും പ്രോബ്ലംസ് വരുമ്പോൾ മാത്രം ഏറ്റവും കുറഞ്ഞ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന്റെ വായി കിടക്കുന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അല്ലെ. അപ്പോൾ അത് അവിടുത്തെ പ്രോബ്ലം ആണ്. ഇനി ഡോക്ടറിന്റെ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ, അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പോയി കഴിഞ്ഞാലോ, പേഷ്യൻസ് പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഗുഡ് വില്ലിനെ ബാധിക്കും. ഡോക്ടർ കൊള്ളില്ല എന്ന് തന്നെ പറയും അയാൾ അല്ലെ. അപ്പൊ അങ്ങനെ പലപ്പോഴും പലയിടത്തും പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഇതുപോലത്തെ സ്റ്റഡീസ് നടത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡേറ്റ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ടൂൾസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം അതിനെ നമ്മളൊരു പേരും കൂടി പറയും, ദാറ്റ് ഇസ് ഒഫീഷ്യലി കോൾഡ് ആസ് എ പ്രോജക്ട്. പ്രോജക്ട് എന്ന് നമ്മൾ പറയും, അതായത് നമുക്കിപ്പോൾ സ്റ്റഡി ചെയ്യേണ്ട എന്ത് കാര്യമാണോ അത് നമ്മുടെ പ്രൊജക്ട് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ വലിയ വലിയ ക്ലാസ്സിലോടൊക്കെ പോകുമ്പോൾ, ഗ്രാജുവേഷൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് വർക്കുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാലാവധി തരാറുണ്ട്, 3 to 4 ഓർ മേ ബി 6 months കാലാവധി തരാറുണ്ട്. അപ്പം ഇത്രയും നാളും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പ്രോജക്ട് ഐഡന്റിഫൈ ചെയ്യും, അതായത് ഏറ്റവും ആദ്യം ഇതിന്റെ സ്റ്റെപ്സ് നമ്മൾ ഗ്രാജുവലി പഠിക്കും. എന്നാലും ചുരുക്കി പറയുകയാണെങ്കിൽ പ്രോജക്റ്റിൽ ഏറ്റവും ആദ്യമേ വരുന്നത് വാട്ട് ഈസ് എ പ്രോബ്ലം എന്നുള്ളതാണ്. എന്താണ് പ്രോബ്ലം? എന്തെങ്കിലും സമൂഹത്തിലുള്ള ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു പ്രോബ്ലം. ഓക്കെ, സോ അപ്പോൾ അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് സർട്ടൻ സ്റ്റെപ്സ്. പ്രോജക്ട് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോജക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ ഇപ്പോൾ ഇവിടെ ഒരു 8 സ്റ്റെപ്സ് പറയുന്നുണ്ട്, നമുക്ക് അതിനെ ഇങ്ങോട്ട് എഴുതിയേക്കാം. ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിഫൈ എ പ്രോബ്ലം ഓർ എൻ ഏരിയ ഓഫ് സ്റ്റഡി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ പ്രോബ്ലം ഏരിയ. അപ്പം ഇവിടെ എന്താണ്? ഇപ്പൊ നമുക്ക് പല പ്രോബ്ലം ആവാം. ഇപ്പോൾ ഒരു ടീച്ചറിന്റെ പ്രശ്നം എന്തായിരിക്കാം? ടീച്ചർക്ക് അറിയേണ്ടത് ആ ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അവർ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അതാണ് അവരുടെ പ്രോബ്ലം. ഓക്കെ, സോ അതിന്റെ മേലുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും അവർ ഫ്രെയിം ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, അവർ വോട്ടിങ്ങിന്റെ ടൈമിൽ വന്ന് ചിരിച്ച് കാണിച്ച് പോകുന്നവരാണെന്ന് പൊതുവെ ഒരു പരാതിയുണ്ട്. അപ്പം ഒരു പൊളിറ്റീഷ്യന്റെ പ്രോബ്ലം എന്തായിരിക്കും? നമുക്കറിയാം, ആ ഒരു രാഷ്ട്രീയക്കാർ ഇപ്പം പല ആൾക്കാരും അവർക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട് അല്ലെ. അപ്പം ചെയ്യുന്നവരാണ് എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്കറിയാം നമ്മുടെ അതേ പാർട്ടിയിലുള്ളവരാണ്, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം അവർ നമുക്ക് ഫേവർ ആണ് അല്ലെ. ഇനി എന്തുകൊണ്ടോ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചിലർ നമുക്ക് വോട്ട് ചെയ്യാതെ പോകും. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവർക്കും ചില കാരണങ്ങൾ പറയാനുണ്ടാവും അല്ലെ. അപ്പം ഈ കാരണങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് പൊളിറ്റീഷ്യൻസിന്റെ പ്രോബ്ലം. ഇനി നമ്മൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങി നോക്കിയ സൊസൈറ്റിയുടെ പ്രോബ്ലം എന്താണ്? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിമനെതിരെയുള്ള അക്രമം അല്ലെ. വിമനെതിരെയുള്ള അക്രമം എന്ന് പറയുമ്പോൾ ഹൈലി ഇൻക്രീസ് നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിൽ. അപ്പൊ അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്? അപ്പൊ എന്താ നമുക്കത് കാരണം പറയാൻ പറ്റുന്നത്?
പലർക്കും പല കാരണങ്ങളുണ്ട് അല്ലേ. ചിലർ പറയും എന്താണ്, ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, പ്രായമായ കാരണവന്മാരാണെങ്കിൽ അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട് അല്ലേ. പിന്നെ വിമനോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവരുടേതായ ആക്ച്വൽ റീസൺസ് കാണും. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പല കാരണങ്ങൾ കാണും. ചിലർ പറയും പെൺപിള്ളേർ ഡ്രസ്സ് പ്രോപ്പർലി ധരിക്കാഞ്ഞിട്ടാണ്, റിവീലിംഗ് ഡ്രസ്സ് ഇട്ടിട്ടാണ്. പിന്നെ ചിലർ പറയും എന്താണ്, നൈറ്റിൽ ഓടിപ്പാഞ്ഞ് നടന്നിട്ടാണ്, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലരും പറയും അല്ലേ. സോ അതൊരു പ്രോബ്ലമാണ്, സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ റിയൽ കോസ്, വിമൻ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത്, സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട്, ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം ഏരിയ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രോജക്ട് ഫ്രെയിം ചെയ്യുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമതാണ്, പിന്നെ അതിന് നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ടീച്ചർക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടാവുകയില്ല. ബിക്കോസ് അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അവരുടെ കുട്ടികൾ എന്തുമാത്രം പഠിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു, ഇതൊക്കെയാണ് അവരുടെ താല്പര്യം വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് ആക്ച്വലി കറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് ആണ് ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്. ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വാട്ട് ഇസ് എ ടാർഗറ്റ് ഗ്രൂപ്പ് അല്ലെ. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ട് ഇസ് എ ടാർഗറ്റ്. നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതാണ് ടാർഗറ്റ്. അപ്പോൾ ഇതിന്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ കൊള്ളിക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് അല്ലെ. ആ ടാർഗറ്റ് ആണോ? അതെ. ഈ ടാർഗറ്റുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഏതാണ്, ഏതൊക്കെ വ്യക്തികളെയാണ് നമ്മൾ ഇതിനെ ടാർഗറ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ടീച്ചറിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചോ, നമ്മുടെ ടീച്ചറിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഏതാണ്? പൊളിറ്റീഷ്യൻസിന്റെ ഈ ഒരു കാറ്റഗറി സാധാരണ ആൾക്കാരോ അല്ലെങ്കിൽ സ്ത്രീകളോ ആണോ? അല്ല. ഈ ടീച്ചറിന്റെ ക്ലാസ്സിലുള്ള അത്രയും, ഈ ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ അത്രയും കുട്ടികളാണ് ഇവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ്. ബിക്കോസ് ഇവരെ നമ്മൾ അന്വേഷിച്ചാൽ മാത്രമാണ് ഇവർക്ക് ആവശ്യമുള്ള ഡേറ്റ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഈ ടീച്ചർ പഠിപ്പിക്കുന്നത് 10th എയിലാന്ന് വെച്ചോ, അപ്പം ക്ലാസ് 10B പഠിക്കുന്ന കുട്ടികളെ ആണെങ്കിലോ, കുട്ടികളെ പഠിപ്പിക്കണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ടീച്ചർ പഠിപ്പിക്കാത്ത ക്ലാസ് ആണ് 10B. എന്നാലും അവിടെയും കുട്ടികളുണ്ട്. ഓക്കെ, അവിടെ ഈ സബ്ജക്ട് ഒക്കെ വേറെ ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികളെ പറ്റി പഠിച്ചാലോ നമുക്ക് കറക്റ്റ് ഡേറ്റ കിട്ടുമോ? ഇല്ല. ബിക്കോസ് ഈ ടീച്ചർ എവിടെ പഠിപ്പിക്കുന്നു അതിനെ സ്റ്റഡി ചെയ്താൽ മാത്രമാണ് നമുക്ക് ആക്യുറേറ്റ് ഡേറ്റ കിട്ടത്തുള്ളൂ. സോ അതാണ് അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമതായിട്ടാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ ആയിരുന്നു എന്നറിയാം. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി കളക്റ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ കളക്ഷൻ മെത്തേഡ് എന്താണോ, നമ്മുടെ പ്രൊജക്ട് എന്തിനെ ആസ്പദമായിട്ടിരിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു സോഴ്സിനെ സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കിയാൽ നമുക്ക് ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത ഒരു സ്റ്റഡിയാണ് അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ടീച്ചർക്ക് അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കണോമിക്സിന് അവരുടെ സ്റ്റുഡൻസിന് കിട്ടിയ മാർക്സിനെ പറ്റി അറിയണം എങ്കിൽ അവർക്ക് ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാനോ ChatGPT യൂസ് ചെയ്യാനോ പറ്റത്തില്ല. അവർക്ക് അവരുടെ ഡേറ്റ കിട്ടത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും അവർ നേരിട്ട് കുട്ടികളോട്, ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, അങ്ങനെ എല്ലാ കുട്ടികളോടും അവരുടേതായ മാർക്കുകൾ നേരിട്ട് ചോദിച്ചറിഞ്ഞാലും മാത്രമാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് വിളിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ഡേറ്റയുടെ സോഴ്സസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു ഏരിയ ആണ് നമ്മൾ പഠിച്ചത് ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. അപ്പം ഇത് നമ്മൾ വ്യക്തമായിട്ട് ഒരു ചാപ്റ്റർ മുഴുവനെ പഠിച്ചാണ്. നമുക്ക് പല രീതിയിൽ നമുക്ക് നമ്മുടെ ഡേറ്റയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് ഒരു ബാർ ചാർട്ട് ആവാം എന്ന് പഠിച്ചു. ഇനി അതല്ലെങ്കിൽ ഒരു പൈ ചാർട്ട് രൂപത്തിലാവാം എന്ന് കണ്ടു. ഇനി അതേപോലെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ഡേറ്റയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. ഇനി അഞ്ചാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതായത് നമ്മുടെ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുക, ദാറ്റ് ഇസ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള കൺക്ലൂഷൻസ് എടുക്കുക. ഇനി ഈ ചാപ്റ്ററിൽ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഈ ഒരു പേരിൽ കണ്ടിട്ടില്ലേ പോലും നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് എന്തൊക്കെയാണ്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ആവറേജസ് കാണാൻ പഠിച്ചില്ലേ? അത് തന്നെയാണ് ഈ സാധനം. അതായത് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ഡേറ്റയെ മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്താൽ മാത്രമാണ് അതിനൊരു മീനിങ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പല ടൈപ്സ് ഓഫ് ആവറേജസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ യൂസേജ് ആണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് ആവറേജ് ചൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലോട്ട് എത്താൻ സാധിക്കും. നെക്സ്റ്റ് ആണ് നമ്മൾ പ്രോജക്ട് വർക്കിൽ അടുത്ത ഒരു ഏരിയയാണ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോജക്ട് വർക്കിന്റെ കൺക്ലൂഷൻ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ടീച്ചറിന്റെ കേസ് പറഞ്ഞല്ലോ അല്ലെ. ആദ്യത്തെ, അതായത് ടീച്ചർ വിചാരിക്കുകയാണ് അവരുടെ ആ ഒരു സ്റ്റുഡൻസിന് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട് ടീച്ചറിന് അല്ലെ. അപ്പോൾ ഈ പറയുന്ന മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്തപ്പം ഈ ടീച്ചർക്ക് മനസ്സിലായി എന്താണ്? ഓക്കെ, രണ്ട് കാര്യം ഉണ്ടായിരിക്കും അല്ലെ. ഒന്നെങ്കിൽ യെസ്, എന്റെ കുട്ടികൾക്കെല്ലാം മനസ്സിലായി എന്നുള്ളൊരു കൺക്ലൂഷൻ കിട്ടും. അതല്ല എങ്കിൽ നമ്മുടെ ഈ അനാലിസിസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോ, എന്റെ കുട്ടികൾക്ക് മാക്സിമം പേർക്കും പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാവണില്ല എന്ന് മനസ്സിലാക്കാൻ ടീച്ചർക്ക് സാധിക്കും. അപ്പം അതിനെയാണ് കൺക്ലൂഷൻ സ്റ്റേജ് എന്ന് നമ്മൾ പറയാൻ പറ്റുന്നത്. നമ്മുടെ സ്റ്റഡിയുടെ ബേസ്ഡ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കൺക്ലൂഷൻസിനെ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ദാറ്റ് ഇസ് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഏതൊക്കെ സെക്കൻഡറി സോഴ്സസ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൊജക്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, ഏതൊക്കെ സെക്കൻഡറി സോഴ്സസ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം എത്ര പ്രൈമറി ഡേറ്റ ആണെന്ന് പറഞ്ഞാൽ പോലും അതിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്തെങ്കിലും ബുക്സ് അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും വെബ്സൈറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ മാഗസീൻസ്, ഇതൊക്കെ നമുക്ക് എന്താണ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദീസ് ഓൾ ആർ കോൾഡ് സെക്കൻഡറി സോഴ്സസ്. അപ്പോൾ ഈ സെക്കൻഡറി സോഴ്സസിനെ നമ്മൾ ബിബ്ലിയോഗ്രഫിയിൽ മെൻഷൻ ചെയ്യുക എന്നുള്ളത് ആണ് ഈ ഒരു ഏരിയയിൽ ആവശ്യപ്പെടുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ലിസ്റ്റ് ഓഫ് പ്രൊജക്ട്സ്. ചില സജസ്റ്റഡ് ആയിട്ടുള്ള ചില നമ്മുടെ ആ ഒരു ടൈപ്പിൽ, അതായത്
ഒരു 11th ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പ്രൊജക്ട് വർക്കിന്റെ ഒക്കെ ഒരു സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് രണ്ടെണ്ണം വായിച്ച് നോക്കാം. ഫസ്റ്റ് ആണ് കൺസിഡർ യോർ സെൽഫ് ആസ് എൻ അഡ്വൈസർ ടു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഹു എയിംസ് ടു ബ്രിങ് അബൌട്ട് സ്പീഡ് ബെറ്റർ ആൻഡ് കോർഡിനേറ്റ് സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രിപ്പയർ എ പ്രോജക്ട് റിപ്പോർട്ട്. അപ്പോൾ നമ്മളോട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വേണം? ഈ 7 കാര്യങ്ങളും വേണം. ഇപ്പൊ നമ്മൾ കണ്ട 7 സംഭവങ്ങളും വേണം. അപ്പോൾ ഏറ്റവും ആദ്യമേ ഐഡന്റിഫൈ ദ പ്രോബ്ലം. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം ഏരിയ എന്താണ്? നമ്മൾ ഇവിടുത്തെ അഡ്വൈസർ ആണ്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ റിസർച്ചർ ആണ്. നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുകയാണ്? ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിനോട് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹു എയിംസ് ടു ബ്രിങ് അബൌട്ട് എ ബെറ്റർ ആൻഡ് കോർഡിനേറ്റഡ് സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ നാട്ടിൽ അറിയാലോ, പലപ്പോഴും ആക്സിഡന്റ് റേറ്റ്സ് എന്ന് വെച്ചാൽ തീർത്തും കുറവല്ല. നല്ല രീതിയിൽ എത്ര കുഞ്ഞോ അല്ലെങ്കിൽ എത്ര വലിയ ഹൈവേ ആണെന്ന് പറഞ്ഞാൽ പോലും ആക്സിഡന്റ് റേറ്റ്സ് നല്ല രീതിയിലുണ്ട് അല്ലെ. ബേസിക്കലി വലിയ ഹൈവേനേക്കാളും കൂടുതൽ താരതമ്യേന കുഞ്ഞു റോഡുകളിലാണ് പ്രോബ്ലംസ് കണ്ടുവരുന്നത്. ഓവർ സ്പീഡിംഗ് കാരണോ പിന്നെ റോഡിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ടും ഒക്കെ ആയിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഏതാണ്? നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന അപ്പന്മാരോ അല്ലെങ്കിൽ വലിയമ്മമാരാണോ? ഒരിക്കലും അല്ല. വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ്. ഇനി കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലും കളക്ട് ചെയ്യാം. ഏതൊക്കെയാണ്? ചിലപ്പോൾ നമുക്ക് നേരിട്ട് ചെന്നിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഡേറ്റ കളക്ട് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നല്ലതാണോ മോശമാണോ എന്നൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ പല രീതിയിലും കളക്ട് ചെയ്യാം. അപ്പോൾ കുറേ ആൾക്കാർ പറയും നമ്മുടെ ഇവിടെ അടിപൊളിയാണ്, കുഴപ്പമില്ല എന്ന് പറയും. ചില ആൾക്കാർ പറയും തല്ലിപ്പൊളിയാണ് നമ്മുടെ ഇവിടുത്തെ റോഡുകൾ, നമ്മുടെ റൂൾസ് പോരാ എന്നൊക്കെ പറയും. അപ്പോൾ അതിന്റെ ബേസിസിൽ നമ്മൾ ഈ ഫോളോയിങ് 7 ആക്ടിവിറ്റീസും ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. ഇനി അടുത്തായിട്ട് യു മേ ബി വർക്കിംഗ് ഇൻ എ വില്ലേജ് കോട്ടേജ് ഇൻഡസ്ട്രി. ഇറ്റ് കുഡ് ബി എ യൂണിറ്റ് മാനുഫാക്ചറിംഗ് ധൂപ്, അഗർബത്തി, candles, jute products, etc. You want to start a new unit of your own. Prepare a project proposal for getting a bank loan. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ബാങ്ക് ലോൺ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലം. അപ്പോൾ ഏറ്റവും ആദ്യമേ നമുക്കത് പ്രോബ്ലത്തിന് നമ്മൾ അനലൈസ് ചെയ്തു. എന്താണ് നമുക്ക് ബാങ്ക് ലോൺ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഇഷ്യൂ. ഇനി ഇത് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പടയിൽ നിന്ന് എടുത്ത് തരുമോ? അവർ ഇല്ല. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അനലൈസ് ചെയ്യണം? ഈ ഇതേ സെയിം കാര്യങ്ങൾ മേളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഏതാണ്? കളക്ഷൻ ഓഫ് ഡേറ്റ നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്യും? അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു ഡേറ്റ അനലൈസ് ചെയ്ത് കൺക്ലൂഷൻ കാണിച്ചാൽ മാത്രമാണ് നമുക്കത് സാങ്ഷൻ ആയിട്ട് കിട്ടുക. ഇനി അതേപോലെ നമുക്ക് വേറെ എടുക്കാം. കൺസിഡർ യോർ സെൽഫ് ടു ബി ദ ഹെഡ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ഓഫ് എ പെർട്ടിക്കുലർ വില്ലേജ് ഹു വാണ്ട്സ് ടു ഇംപ്രൂവ് അമ്യൂണിറ്റീസ് ലൈക്ക് സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ ടു യോർ പീപ്പിൾ. അഡ്രസ് യോർ ഇഷ്യൂസ് ഇൻ എ റിപ്പോർട്ട് ഫോം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ഇനി നമ്മൾ മൂന്നാമത്തായിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ ഹെഡാണ് അല്ലെ. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാനാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, നമ്മുടെ പ്രോബ്ലം നമുക്ക് മനസ്സിലായി അല്ലെ. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പഞ്ചായത്ത് എ എന്ന് പറയുന്ന പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് ബിയിലെ ആൾക്കാരെ കിട്ടിയാൽ മതിയോ? പോരാ. പഞ്ചായത്ത് എയിലെ ആൾക്കാരെ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ ഇവരോട് നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് പല രീതിയിൽ നമുക്ക് പ്രീവിയസ് ഡേറ്റ കളക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേളത്തെ 7 സ്റ്റെപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു നല്ലൊരു റിപ്പോർട്ട് ഫോമിൽ തയ്യാറാക്കാൻ പറ്റും. പ്രൊജക്ട് റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി എന്താണ് നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഡിഗ്രിയിലൊക്കെ നമ്മൾ പ്രൊജക്ട് ചെയ്യാറുണ്ട്. ബികോം BBA ഒക്കെ ചെയ്യുമ്പോൾ പ്രൊജക്ട് വർക്കുകൾ വരാറുണ്ട്. അതേപോലെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കുമ്പോൾ പ്രൊജക്ട് വർക്കുകൾ വരാറുണ്ട്. പിന്നെ +2 ലെവലിലാണെങ്കിലും പ്രൊജക്ട് വർക്കുകൾ പലയിടത്തും വരാറുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഡിഗ്രി കൂടിയത് അങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 12th ലെവൽ സ്കൂൾ ലെവലിലെ പ്രൊജക്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി ലാബറേറ്റ് അല്ല. പക്ഷേ നമ്മുടെ ബികോം ലെവലിൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി വൈഡ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ സ്വാഭാവികമായിട്ടും PGയുടെ കാര്യം പറയണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഭംഗിയായിട്ട് പ്രോപ്പറായിട്ട് റിസർച്ച് വർക്ക് ചെയ്യേണ്ട പോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രൊജക്ട് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ ലെവലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു സാമ്പിൾ പ്രൊജക്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. So this is a sample project for your guidance. Depending on the subject of your study, the method used will obviously be different from the one used here. അപ്പോൾ ഇവിടുത്തെ project എന്ന് പറയുമ്പോൾ X is a young entrepreneur who wants to set up a factory to produce toothpaste. You are asked to advise X about how he should proceed. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. എന്താണ് X എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ entrepreneur എന്ന് പറയുന്ന പേരെന്താണ്? നമ്മുടെ entrepreneurന്റെ പേരാണ് മിസ്റ്റർ X. ഓക്കെ, മിസ്റ്റർ X എന്ത് ചെയ്യാൻ പോവാണ്? ആൾക്ക് ഒരു ടൂത്ത് പേസ്റ്റ് ഫാക്ടറി ഇട്ടാൽ കൊള്ളാവുന്നുണ്ട്. അല്ലെ, പുള്ളി ഓർത്ത് കാണും ടൂത്ത് പേസ്റ്റ് എന്തായാലും എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെ. കുട്ടി തൊട്ട് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ പ്രായമായ ആൾക്കാർ വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടൂത്ത് പേസ്റ്റ്. എല്ലാവർക്കും പല്ലുണ്ട് സ്വന്തമായിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടി. അപ്പോൾ നേരത്തെ തന്നെ അപ്പോൾ നമുക്കറിയാം ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇട്ടാൽ എന്തായാലും സക്സസ് ആകുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം ഇപ്പം തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ കോമ്പറ്റീറ്റീവ് ആണ് അല്ലേ. മാർക്കറ്റിൽ ഒരു സാധനത്തിന് തന്നെ പല സബ്സ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, പല രീതിയിലുള്ള പല ഫ്ലേവറിലുള്ള ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പം ഇയാൾ ഇതിനെപ്പറ്റി ഒക്കെ അറിഞ്ഞാൽ മാത്രമാണ് ഇയാൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇയാൾ എന്ത് ചെയ്യണം? ഇയാൾ പല രീതിയിലും ആൾക്കാരുടെ അടുത്ത് പോയിട്ട് സമീപിക്കണം അല്ലേ. പിന്നെ ഇയാൾക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് ടാർഗറ്റ് ഗ്രൂപ്പിനെ ഇവർക്ക് ഫോക്കസ് ചെയ്യാം. കുഞ്ഞു കുട്ടികളോട് ചോദിക്കാം നിങ്ങൾക്ക് ഏത് ടൂത്ത് പേസ്റ്റാണ് ഇഷ്ടം, ഏത് കളറിലുള്ളതാണ് ഇഷ്ടം, മുതിർന്നവരോട് അതിൻ്റെതായ റിക്വയർമെന്റ് ചോദിക്കാം അല്ലേ. അപ്പം അതുപോലെ ഇയാൾക്ക് എന്ത് ചെയ്യണം? അയാൾക്ക് പ്രൈമറി ഡേറ്റ എന്തായാലും കളക്ട് ചെയ്തേ മതിയാവുള്ളൂ. ഇനി പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്വസ്റ്റനെയർ മെത്തേഡ്. ഒരു ക്വസ്റ്റനെയറിന്റെ ഫോർമാറ്റ്, ക്വസ്റ്റനെയർ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റനെയറിന്റെ മെത്തേഡ് ഒക്കെ നമുക്ക് ലാസ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് വരാം. അപ്പം ഈ ക്വസ്റ്റനെയറിന് അയാൾ മെയിൻ ആയിട്ട് കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെയായിരിക്കും. എന്തൊക്കെയായിരിക്കും? ദ ആവറേജ് മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓൺ ടൂത്ത് പേസ്റ്റ്, അതായത് ഒരു ഫാമിലി മന്ത്ലി മാസത്തിൽ എത്ര ടൂത്ത് പേസ്റ്റ് കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയിരിക്കും? ഫാമിലിയുടെ വലിപ്പം അനുസരിച്ചൊക്കെ ഇരിക്കും അല്ലേ. അത് നമ്മൾ ചിന്തിക്കണം. ചെറിയ ഫാമിലി ആണെങ്കിൽ അവർക്ക്
കുറച്ച് യൂസേ വരുള്ളൂ. അതേ സ്ഥാനത്ത് ഒരു ബിഗ് ഫാമിലി ആണെങ്കിൽ തീർച്ചയായും അവർക്ക് മന്ത്ലി കൺസംഷൻ ചിലപ്പോൾ 1-2 ടൂത്ത് പേസ്റ്റ് ഒക്കെ വേണ്ടി വരും അല്ലേ. ഇറ്റ് ഡിപെൻഡ്സ് ദ ബ്രാൻഡ്സ് ഓഫ് ടൂത്ത് പേസ്റ്റ് ദാറ്റ് ആർ കറന്റ്ലി ഇൻ ഡിമാൻഡ്. ഇനി ചില ബ്രാൻഡുകൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഇപ്പൊ നമുക്ക് തോന്നും ഇപ്പൊ നമ്മൾ ഡാബർ ലാലിന്റെ ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തോന്നും ഇത് തന്നെയാണ് ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ്, ഇതല്ലാണ്ട് വേറെ ഒരെണ്ണം മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് തോന്നും അല്ലേ. അപ്പം അവർ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രാൻഡിൽ നിന്ന് ആൾക്കാർ മാറാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും ഓക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പെർട്ടിക്കുലർ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ കാരണം എന്നൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കസ്റ്റമേഴ്സ് ടുവേർഡ്സ് ദീസ് ബ്രാൻഡ്സ്. അപ്പം ഈ ബ്രാൻഡുകളോട് അത് എന്തുകൊണ്ടാണ് അവർ അത്ര അട്രാക്ട് ആയിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റും. ഇനി കസ്റ്റമേഴ്സ് പ്രിഫറൻസ് ഇൻ റിഗാർഡ് ടു ഇൻഗ്രീഡിയൻസ് ഇൻ ദ ടൂത്ത് പേസ്റ്റ്. അപ്പം കുറച്ച് ഹെൽത്ത് കോഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ നോക്കുമ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ ഉണ്ടല്ലോ നമ്മുടെ ടൂത്ത് പേസ്റ്റുകളുടെ ഒക്കെ മേളിൽ ഈ കെമിക്കൽസ് ഇതിന്റെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയായിട്ടുണ്ട് ഒരു സാധനം. അപ്പം അതിന്റെ മേളിൽ ടൂത്ത് പേസ്റ്റിന്റെ ഏറ്റവും താഴെ ബ്ലാക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ടോട്ടലി കെമിക്കൽ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ആ ലേബൽ ചെയ്യുന്നത് ടോട്ടലി നാച്ചുറൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്ത്. അപ്പം കസ്റ്റമേഴ്സ് എന്തുകൊണ്ട് ഇത് പ്രിഫർ ചെയ്യുന്നു? ചിലർ അതിന്റെ കളർ കണ്ടിട്ടായിരിക്കാം അല്ലെ, ചിലർ അതിന്റെ ടേസ്റ്റ് കണ്ടിട്ടായിരിക്കാം, ചിലർ അതിന്റെ യൂസേജ് കണ്ടിട്ടായിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെൻസോഡൈൻ അങ്ങനത്തെ യൂസ് ചെയ്യുന്നവരൊക്കെ എന്തിനാണ് അതിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടോ കളറിന് വേണ്ടിയോ അല്ല, ബേസിക്കലി പല്ല് പുളിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് അല്ലെ. പിന്നെ ചില കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അതിന്റെ കളർ അല്ലെങ്കിൽ അതിന്റെ വേണ്ടി സ്പാർക്കിളും തിളക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗിയുണ്ട് അല്ലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ചില കുഞ്ഞു കുട്ടികളൊക്കെ അത് യൂസ് ചെയ്യുന്നത്. അപ്പം അതും ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ കസ്റ്റമേഴ്സ് പ്രിഫറൻസ്. അടുത്തത് ദ മേജർ ഇൻഫ്ലുവൻസസ് ഓൺ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഫോർ ടൂത്ത് പേസ്റ്റ്. നെക്സ്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഓൾ ദി അബവ് ഫാക്ടേഴ്സ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഇത് മാത്രമല്ല എന്ന് ഓർക്കുക, ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പ്രൊജക്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് എന്ന് ഇവർ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളിവിടെ വരുന്നത് ഒരു സാമ്പിൾ ക്വസ്റ്റനെയർ ആണ്. അപ്പോൾ നോക്കി ക്വസ്റ്റനെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ പോലത്തെ ഒരു സാധനമാണ്. അതിൻ്റെ അത് നിറയെ ക്വസ്റ്റൻസ് ആണുള്ളത് അല്ലേ. എങ്ങനത്തെ ക്വസ്റ്റൻസ് ആവണം, എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ക്വസ്റ്റനെയർ എന്നൊക്കെ ഉള്ളത് നമ്മൾ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മറന്നു പോയിക്കല്, അതെല്ലാം ഓർത്തിട്ട് വേണം നമ്മുടെ ക്വസ്റ്റനെയർ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നെയിം പറഞ്ഞിട്ടുണ്ട്, സെക്സ് പറഞ്ഞിട്ടുണ്ട്, ഏജസ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്, ഇതൊക്കെ എന്ന് വെച്ചാൽ ടോട്ടലി നമുക്ക് അത് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ ഇത് ഒരിക്കലും ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ ക്വസ്റ്റനെയർ ഇങ്ങനെ തന്നെ വേണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റനെയർ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസിനുള്ളതാണെന്ന് മനസ്സിലാക്കുക. കോമൺ ആയിട്ട് മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റനെയറിനെ പറ്റി പഠിക്കാനുള്ള റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണ്, നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ടൂത്ത് പേസ്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന ആളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള ക്വസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഡേറ്റ നമ്മൾ എന്ത് സ്റ്റഡി ചൂസ് ചെയ്യുന്നോ അതനുസരിച്ച് നമ്മുടെ ക്വസ്റ്റനെയറിന്റെ ക്വസ്റ്റൻസും മാറ്റം വരും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, മന്ത്ലി ഫാമിലി ഇൻകം, ലൊക്കേഷൻ ഓഫ് റെസിഡൻസ്, അർബൻ ആണോ റൂറൽ ആണോ അല്ലെ, നാടൻ പ്രദേശത്തിലെ ആൾക്കാരാണോ കൂടുതൽ പേസ്റ്റ് ചെലവാക്കുന്നത് അത് റൂറൽ ഏരിയയിലാണോ എന്ന് മനസ്സിലാക്കുക. മേജർ ഓക്യുപ്പേഷൻ ഓഫ് ദ മെയിൻ ബ്രെഡ് വിന്നർ, അതായത് ബ്രെഡ് മേടിച്ചുകൊണ്ട് വിൻ ചെയ്തുകൊണ്ട് വരുന്ന ആൾ എന്നല്ല, മെയിൻ ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തിയുടെ ഓക്യുപ്പേഷൻ ജോലി എന്താണ്. ഡസ് യുവർ ഫാമിലി യൂസ് ടൂത്ത് പേസ്റ്റ് ടു ക്ലീൻ യുവർ ടീത്ത് അല്ലെ, എന്തൊരു ചോദ്യം അല്ലെ, എന്തായാലും വേണ്ടിയല്ല നമുക്ക് അങ്ങനെ ചോദ്യങ്ങൾ വിടാം. ഇഫ് യെസ് ദെൻ അക്കോർഡിംഗ് ടു യു വാട്ട് ഷുഡ് ബി ദ എസെൻഷ്യൽ ക്വാളിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇത് ജസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് ഫുള്ളി നമ്മൾ അങ്ങോട്ട് ഓരോന്നും A to Z പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റനെയർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇനി ഇവിടെ എന്താണ് നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്തു, ക്വസ്റ്റനെയർ വെച്ച് ഡേറ്റ കളക്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അല്ലേ. അപ്പോൾ അനലൈസ് ചെയ്യുക, നമ്മൾ ഇതിൽ നിന്ന് ഡേറ്റയുടെ ടൂൾസ് ആവറേജസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഓക്കെ ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കിട്ടുവാണ്, കുറച്ച് ഇൻഫർമേഷൻ കിട്ടുവാണ്. എക്സാമ്പിൾ ഓഫ് സിംപ്ലിഫൈഡ് പ്രൊജക്ട് റിപ്പോർട്ട്. ടോട്ടൽ സാമ്പിൾ സൈസ് 100 ഹൗസ് ഹോൾഡ്, അതായത് ഇയാൾ 100 വീട്ടുകാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. 100 വീട്ടുകാരെ ഇവർ കോൺടാക്ട് ചെയ്തു. ലൊക്കേഷൻ ഇവർക്ക് കിട്ടിയത് അർബൻ ഏരിയയിൽ 67%, റൂറൽ ഏരിയയിൽ 33% ആണ്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒബ്സർവേഷൻ എന്താണ്, മെജോറിറ്റി ഓഫ് യൂസേഴ്സ് ബിലോങ് ടു ദി അർബൻ ഏരിയ. അപ്പം ഏറ്റവും കൂടുതൽ സിറ്റി ഏരിയയിൽ നിന്നാണ് ടൂത്ത് പേസ്റ്റ് മേടിക്കുന്നവരുള്ളത് എന്നാണ് അല്ലെ. അവർക്ക് കിട്ടിയ ഡേറ്റ ആണ് കേട്ടോ, അതിൽ റിയൽ ഫാക്ട് അല്ല. ഇനി അതിനെ റെപ്രസെന്റ് ചെയ്തേക്കണോ എങ്ങനെയാണ്, ഏജ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് 10 വയസ്സിൽ താഴെയുള്ളവർ എത്ര പേര് ഉപയോഗിച്ചു, 74 കുട്ടികൾ ഉപയോഗിച്ചു. 10 തൊട്ട് 20 വയസ്സ് വരെ ഉള്ളവർ എത്ര വ്യക്തികൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, 56. അപ്പം അങ്ങനെയാണ് ഡേറ്റ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ടോട്ടൽ 500 പേഴ്സൺസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് അതിനെ ബാർ ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ബിലോ 10 74 പേര്. അപ്പം അങ്ങനെയാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തിന്റെ ബേസിസിലാണ്, മന്ത്ലി ഫാമിലി ഇൻകം അല്ലെ. ഇതിന്റെ മേലൊരു ക്വസ്റ്റൻ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, മന്ത്ലി ഫാമിലി ഇൻകത്തിനെ ചോദിച്ചുകൊണ്ട് അല്ലെ. അപ്പം നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സും ഇതിനെ പറ്റിയൊക്കെ ചോദിച്ചു. ഇനി മന്ത്ലി ഫാമിലി ഇൻകത്തിന് മേലൊരു ക്വസ്റ്റൻ, ഒരു ഫൈൻഡിങ് വന്നിട്ടുണ്ട്. അതായത് മന്ത്ലി ഫാമിലി ഇൻകം മീൻ മീഡിയൻ ഒക്കെ വെച്ചുകൊണ്ടാണ്, മീനും പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അതായത് ഇൻകം 0 തൊട്ട് 10,000 rupees വരെ ഏൺ ചെയ്യുന്നവർ എത്ര ഫാമിലീസ് ഉണ്ട്, ഇത്രയുണ്ട് എന്നൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 20 ഉണ്ട് എന്നൊക്കെ. പിന്നെ ബാക്കിയുള്ളത് 10,000 തൊട്ട് 20,000 വരെ ഇൻകം ഏൺ ചെയ്യുന്നവർ 40. അപ്പോൾ ഇതുപോലെ ഇതിന്റെ കാൽക്കുലേഷൻ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ ഇത് കവർ ചെയ്ത പോർഷൻസ് ആണ്. അപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് റെഫർ ചെയ്തിട്ട് തിരിച്ചു വരിക. പിന്നെ അടുത്ത ക്വസ്റ്റൻ ആണ്, അതായത് മെജോറിറ്റി ഓഫ് ദ പേഴ്സൺ ബിലോങ് ടു വിച്ച് കാറ്റഗറി. അതായത് നമ്മൾ ഇത്രയും ആൾക്കാരെ നമ്മൾ സർവേ ചെയ്തിട്ട് മെജോറിറ്റി ആൾക്കാരും ഏത് പ്രായക്കാരാണ്, ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവർ ഏത് പ്രായക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും 20 തൊട്ട് 50 വയസ്സ് വരെ ഉള്ളവരാണ് കൂടുതലും ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവർ എന്ന് നമുക്ക് ഫൈൻഡിങ്സ് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ അകത്ത് ഒബ്സർവേഷൻ എന്താണ്, മെജോറിറ്റി ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ട്, 3 തൊട്ട് 6 മെമ്പേഴ്സ് വരെയാണ് ഒരു ഫാമിലിയിൽ ഉള്ളത്. ഓക്കെ ഫാമിലി സൈസിനെ പറ്റി നമ്മളൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്, എത്ര പേരുണ്ട് എന്നൊക്കെ അല്ലേ. അപ്പോൾ അതിന്റെ ഒബ്സർവേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്മൾ ക്വസ്റ്റൻസ് ഇടുന്നു അതിന്റെ ഒക്കെ ഒബ്സർവേഷൻസ്
ക്വസ്റ്റൻസ് ഇടുവാണെങ്കിൽ അത്രയും നല്ലത്. ഇത് കണ്ടില്ല, ഇപ്പോൾ ഫാമിലി സൈസിനെ ചൊല്ലി ഒരു ക്വസ്റ്റൻ ആണ്. ഫാമിലി സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്, ഇവിടെ 1 to 2, 3 to 4, 5 to 6 എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ആ ഒരു ഗ്രാഫ് മേളിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഹിസ്റ്റോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫാമിലിയുടെ ഏർണിംഗ്സിനെ പറ്റി ചോദിച്ചിട്ട് ഇവിടെ നമുക്കൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മെയിൻ കാറ്റഗറി ആൾക്കാർ 10,000 തൊട്ട് 20,000 വരെ ഇൻകം ഏൺ ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ കാറ്റഗറി എന്നാണ് അറിയാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ. മെജോറിറ്റി ഓഫ് ദ ഫാമിലീസ് സർവേഡ് ഹാവ് മന്ത്ലി ഇൻകം ബിറ്റ്വീൻ 10,000 to 30,000. അപ്പോൾ നമുക്കിത് ഇതിന്റെ ഇക്വേഷനിലോട്ടൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അരിത്തമാറ്റിക് മീൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഡീവിയേഷൻസ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ നോക്കുക, ശ്രദ്ധിക്കുക. ബിക്കോസ് ഇതേ ടൈപ്പ് നമ്മുടെ പ്രൊജക്ട് വർക്ക് ഇനിയാണ് ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. അന്നേരം ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. ബിക്കോസ് ഏത് നമ്മൾ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഏരിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് പ്രൊജക്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. ബിക്കോസ് ഇതിലാണ് നമ്മൾ ഈ ഫോർമുലകളൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ഇതിനെ ഒരു മീനിങ് കൺക്ലൂഷനിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സെലക്ട് ചെയ്യേണ്ട ടെസ്റ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ, ഇക്വേഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മീനിങ് ഫുൾ ആയിട്ടുള്ള കൺക്ലൂഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇവിടെ പറഞ്ഞാൽ മന്ത്ലി ഫാമിലി ബഡ്ജറ്റ് ഓൺ ടൂത്ത് പേസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മന്ത്ലി ഫാമിലി എത്ര ചിലവാക്കുന്നു, ടൂത്ത് പേസ്റ്റിന് മേളിൽ എത്ര രൂപ ചിലവാക്കുന്നു. നമ്മൾ അന്നേരം പറഞ്ഞു സ്മോൾ ഫാമിലി ആണെങ്കിൽ കുറച്ചും ബിഗ് ഫാമിലി ആണെങ്കിൽ കൂടുതലും എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കൺക്ലൂഷൻ വന്നിരിക്കുന്നത്. അതായത് ഇവർ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്, ദ മീൻ എക്സ്പെൻഡിച്ചർ ഓൺ ടൂത്ത് പേസ്റ്റ് പെർ ഹൗസ് ഹോൾഡ് വാസ് ₹104 per month ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാസ് 35.60. അതായത് സാധാരണഗതിയിൽ ₹104 പെർ മന്തിൽ ആണ് ചിലവാക്കുന്നത്. ഒരു മാസത്തിൽ ₹104 ആണ് ഒരു ഫാമിലി ടൂത്ത് പേസ്റ്റിന് മേളിൽ ചിലവാക്കുന്നത്. ഇനി കൂടിയോ കുറഞ്ഞോ പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ ഡീവിയേഷൻ ഫ്രം ദ മീൻ ആണല്ലോ. അപ്പം ഏറെ കുറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ ₹35 ഒക്കെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലേ ഉള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനിടയിലെ എല്ലാ കാര്യങ്ങളും, മേജർ ഓക്യുപ്പേഷണൽ സ്റ്റേറ്റസ്, നമ്മുടെ ആൾക്കാർ, നമ്മൾ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർ ഏതൊക്കെ സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. സർവീസ് സെക്ടറിലുള്ള ഒരു 30 പേര്, പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്നവർ 5 പേര്, മാനുഫാക്ചറിംഗ് ഉള്ള ഒരു 10 പേര്, ട്രേഡേഴ്സ് ആയിട്ടുള്ള 40 പേര്, ഇനി എനി അതർ കാറ്റഗറി ഓഫ് ബിസിനസ് വർക്ക് ചെയ്യുന്നവർ 15 പേര്. ഓക്കെ, സോ അതിനെ നമ്മളൊരു ബാർ ചാർട്ടിലായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു പൈ ചാർട്ടിലായിട്ട് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ല ഏതൊക്കെ നമ്മുടെ ടൈപ്പ് ഓഫ് വെറൈറ്റി ആണ് കണ്ടത്. നമ്മുടെ ഹിസ്റ്റോഗ്രാമുകൾ കണ്ടു, ബാർ ചാർട്ടുകൾ കണ്ടു, അതേപോലെ നമ്മുടെ ഇക്വേഷൻസിന്റെ ആപ്ലിക്കേഷൻ കണ്ടു, അതേപോലെ പൈ ചാർട്ടുകൾ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും നാൾ കൊണ്ട് നമ്മൾ ഈ 1 ചാപ്റ്റർ തൊട്ട് പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കൂടി ഒരു ആപ്ലിക്കേഷൻ ആണ് ബേസിക്കലി പ്രൊജക്ട് വർക്ക് എന്ന് പറയുന്നത്. ഫൈൻ. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ കൺക്ലൂഡിംഗ് നോട്ട് ഓഫ് ദ പ്രൊജക്ട് റിപ്പോർട്ട്. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഏതാണ് കൺക്ലൂഷൻ. ഇപ്പോൾ ഇവിടെ ബിബ്ലിയോഗ്രഫി ഒന്നും കൊടുത്തിട്ടില്ല, എന്നാലും സാമ്പിൾ പ്രൊജക്ട് ആയതുകൊണ്ടായിരിക്കാം ബിബ്ലിയോഗ്രഫി ഒന്നും സാമ്പിൾ പോലും അവർ കൊടുത്തിട്ടില്ല. സാരില്ല, കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട് ഇവർ. എന്താണ്, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എല്ലാ ഫൈൻഡിങ്സിനെയും കൂടി ഒരു കൊടക്കീഴിലാക്കുവാണ്. മെജോറിറ്റി ഓഫ് ദി യൂസേഴ്സ് ബിലോങ് ടു അർബൻ ഏരിയ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു വർ സർവേഡ് ബിലോങ് ടു ഏജ് ഗ്രൂപ്പ് ഓഫ് 25 to 50 years. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചോ അതിനെ തന്നെ നമ്മളൊരു ബ്രീഫായിട്ട് നമ്മളൊരു ചുരുക്കി സമ്മറൈസ് ചെയ്തിട്ട് എഴുതുന്നതാണ് കൺക്ലൂഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ ഒരു ചാപ്റ്റർ തീരുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പ്രോപ്പർലി കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സ്റ്റെപ്പാണ്, പ്രൊജക്ട് വർക്കിന്റെ സ്റ്റെപ്പ്. അതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.